സുഹൃത്തുക്കളെ, സ്ത്രീ ശാക്തീകരണത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിൽ ഏതാണ്ട് 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളതിൽ ഏതാണ്ട് 600-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വനിതകളാണ്. മന്ത്രിസഭയിൽ തന്നെ 3 വനിതകളുണ്ട്. ചിഞ്ചു റാണി, പിന്നെ എന്താണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും, പിന്നെ ആർ ബിന്ദുവും, വീണ ജോർജും, പിന്നെ ആർ ബിന്ദു, 3 മന്ത്രികൾ. അപ്പോൾ സ്ത്രീകളുടെ മേഖലയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന, സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുന്ന കാര്യത്തിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീ ശാക്തീകരണത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ നിയമങ്ങളുടെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നുള്ളത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്ത്രീകൾക്ക് അനുകൂലമായി ഒട്ടനവധി നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇനി കേരളം നമ്മൾ എടുത്തു നോക്കിയാലോ, സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഉയർത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നാണ് പിണറായി സർക്കാർ തങ്ങളുടെ തങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഉയർത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ കേരളത്തിൽ തലസ്ഥാനത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ഒരു 27 വയസ്സുകാരി വരുന്നു. ആ 27 വയസ്സുകാരി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ വരുന്നത് കമ്മീഷണറെ പോയി കണ്ടിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ, അയാളുടെ പേരെന്തോ തോംസൺ, സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ്, അയാളെ പോയി കണ്ടിട്ടാണ് ഈ സ്ത്രീ പിന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ വരുന്നത്. അവരുടെ പേര് ഹിന്ദ് ലിയാഖത്ത് അലി എന്നാണ് അവരുടെ പേര്. ഹിന്ദ് ലിയാഖത്ത് അലി, 27 വയസ്സാണ് ആ സ്ത്രീ. അവർ കമ്മീഷണറെ പോയി കാണുന്നു. ആദ്യം പരാതി കൊടുത്തിട്ട് കേസൊന്നും എടുക്കാതെ വരുമ്പോഴത്തേക്ക് അവർ കമ്മീഷണറെ പോയി കാണുന്നു. കമ്മീഷണറെ പോയി കണ്ടപ്പോൾ കമ്മീഷണർ പറഞ്ഞു, നിങ്ങൾ പിന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെല്ലൂ, ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വിശദമായി പരാതി കൊടുക്കൂ, നിങ്ങൾ അവിടെ മൊഴി കൊടുക്കൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹിന്ദ് ലിയാഖത്ത് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ സിറ്റിയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് സിറ്റി പോലീസ് കമ്മീഷണർ. ആ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരമാണ് ഈ ഹിന്ദ് ലിയാഖത്ത് അലി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വരുന്നത്. പരാതി കൊടുക്കാൻ വന്നു അവിടെ ചെന്നിട്ട് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെ അവർ വീണ്ടും സ്റ്റേഷനിലെത്തുന്നു. 2 ദിവസം സ്റ്റേഷനിൽ അവരെ നിർത്തുന്നു. 3-ാം ദിവസം രാവിലെ വീണ്ടും എത്തിയപ്പോൾ SI വിപിൻ അവരെ വിളിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശയായിട്ട് ഒരു സ്ത്രീ ചെല്ലുകയാണ്. അവരെ 2 ദിവസം മൈൻഡ് ചെയ്യുന്നില്ല. 3-ാം ദിവസം വിപിൻ എന്നും പറഞ്ഞിട്ടൊരു SI അവരെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കയറി ഇറങ്ങാൻ മടിയില്ലേ? അത് ചോദിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരെ 1.5 മണിക്കൂറോളം അവിടെ നിർത്തുന്നു. ഓർക്കണം, സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ട് വരുന്നൊരു സ്ത്രീയാണ്. അവരോട് മോശമായി പെരുമാറുന്നു. അവരെ അവിടെ 1.5 മണിക്കൂർ നേരം അവിടെ നിർത്തുന്നു. അപ്പോൾ അവരെ വെള്ളയമ്പലത്തെങ്ങാണ്ടുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്. അവരെ അവിടെ നിർത്തുന്നു. 1.5 മണിക്കൂർ നേരം സ്റ്റേഷനിൽ അവരെ നിർത്തിയതിന് ശേഷം അവർ ജോലി ചെയ്തിരുന്ന ധനകാര്യ സ്ഥാപനത്തിൽ അവരുടെ കൂടെ മുൻപ് ജോലി ചെയ്തിരുന്ന അനൂപ് എന്നയാൾ അവിടെ വരുന്നു. അപ്പോൾ ആദ്യം ഇവരവിടെ ചെല്ലുന്നു, ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല, ഇവരോട് മോശമായി പെരുമാറുന്നു. എന്നിട്ട് 1.5 മണിക്കൂർ അവിടെ നിർത്തുന്നു. നിർത്തിക്കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന അനൂപ് എന്ന ഒരാൾ അവിടെ വരുന്നു. സ്ഥാപനത്തിൽ താൻ പണയം വെച്ച സ്വർണം തട്ടിയെടുത്തു എന്ന് കാട്ടി അനൂപ് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസ് അവിടെ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആ സ്ത്രീയോട് മോശമായി പെരുമാറുന്നു. അവിടെ നിർത്തുന്നു, 1.5 മണിക്കൂർ നിർത്തുന്നു. അതിനുശേഷം അനൂപ് എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു. അയാളിൽ നിന്ന് ഇവർ സ്വർണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് പരാതി എഴുതി മേടിപ്പിക്കുന്നു. അയാളുടെ മൊഴിയെടുക്കുന്നു. ആ മൊഴിയെടുത്തിട്ട് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ആ സ്ത്രീയെ അവിടെ നിലനിർത്തിയിട്ട് ഈ അനൂപ് എന്ന് പറഞ്ഞ ആളെ ഈ വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള SI വിളിച്ചു വരുത്തിയിട്ട് അയാളെ കൊണ്ട് അവിടെ വെച്ച് തന്നെ ഇവർക്കെതിരെ പരാതി എഴുതി മേടിപ്പിക്കുന്നു. അവിടെ വെച്ച് തന്നെ ഈ അനൂപിനെ കൊണ്ട് ഇവർക്കെതിരെ മൊഴി എടുപ്പിക്കുന്നു. അപ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. അതായത് സ്വർണ്ണ ഇടപാടുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത HR വകുപ്പിലായിരുന്നു സ്ത്രീ ജോലി ചെയ്തിരുന്നത്. വിവരം പറഞ്ഞ അവരുടെ ഭർത്താവ് അവിടെ അവരുടെ പിതാവ് അവിടെ എത്തുന്നു.
പരാതിയുടെ പകർപ്പ് ആവശ്യപ്പെട്ടെങ്കിലും പകർപ്പ് നൽകുന്നില്ല. തുടർന്ന് വനിതാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പിറ്റേന്ന് വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കി അട്ടക്കുളങ്ങര ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. 20 ദിവസം അവർ ജയിലിൽ കിടന്നു. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ. അവർ 27 വയസ്സുള്ള സ്ത്രീയാണ്. അവർ കൊടുത്ത പരാതി അവരാദ്യം പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നു. അത് എന്തോ ഒരു അജയ് ഘോഷ് എന്ന് പറഞ്ഞ ഒരുത്തനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അവനെന്തോ ഇവരുടെ ആധാരം മേടിച്ചിട്ട് അവർ തിരിച്ചു കൊടുക്കുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിരുന്നു. അതിൽ പലതവണ അവർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നിട്ട് ഈ അജയ് ഘോഷ് എന്ന് പറഞ്ഞ ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കാതെ വന്നപ്പോഴാണ് അവർ സിറ്റി പോലീസ് കമ്മീഷണർ എടുത്ത് പോയത്. ആ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ട് കാര്യം പറഞ്ഞപ്പോഴാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞു, ശരി അത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെല്ലൂ, അവിടെ മൊഴി കൊടുക്കൂ, മൊഴി കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എടുത്തു എന്നും പറഞ്ഞ് ചെല്ലുന്ന അവരെ അവിടെ കാത്തു നിർത്തുന്നു, അവരോട് മോശമായി പെരുമാറുന്നു. അവർ കാത്തു നിൽക്കെ തന്നെ അവരുടെ കൂടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരുത്തനെ ഈ കീഴ് ജീവനക്കാരനായിട്ടുള്ള ഈ വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള SI വിളിച്ചു വരുത്തുന്നു. അയാളുടെ അടുത്ത് നിന്ന് പരാതി എഴുതി മേടിക്കുന്നു, അയാളുടെ അടുത്ത് നിന്ന് മൊഴിയെടുക്കുന്നു, ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ 22 ദിവസം ജയിലിലടയ്ക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ ശാക്തീകരണത്തിന് പേരുകേട്ട സംസ്ഥാനമാണ് കേരളം. സ്ത്രീ സുരക്ഷ ഏറ്റവും വലിയ മുദ്രാവാക്യമാക്കി പറയുന്ന ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം താഴത്തെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആ സ്ത്രീയെ അവിടെ നിർത്തുന്നു, അവരോട് മോശമായി പെരുമാറുന്നു, ഏതോ ഒരുത്തനെ വിളിച്ചു വരുത്തുന്നു, അവരുടെ പരാതി എടുക്കുന്നു, മൊഴി എടുക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതെന്താണ് സുഹൃത്തുക്കളെ ഈ നടക്കുന്നത് ഈ കേരളത്തിൽ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമാണ് കേരളത്തിലെ അവസ്ഥ. ഇതാണോ സ്ത്രീകളുടെ കേരളത്തിലെ അവസ്ഥ? ഞാൻ ചോദിക്കട്ടെ. 22 ദിവസമാണ് ആ സ്ത്രീ, ഈ ലിയാഖത്ത് അലി ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ജയിലിൽ കിടന്നത്. അപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ അവസ്ഥ എന്താണ് ഇപ്പോൾ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് നമ്മുടെ അവസ്ഥ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ? ഇതാണ് പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ. സുഹൃത്തുക്കളെ, എനിക്കതിനകത്ത് വ്യക്തമായ ചില നിരീക്ഷണങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ത്രീ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. സാധാരണഗതിയിൽ ഒരു മേലുദ്യോഗസ്ഥൻ്റെ, ഒരു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശാനുസരണം ഒരു സ്ത്രീ താഴെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറേണ്ടത്. കാരണം മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരമാണ് വന്നിരിക്കുന്നത്. പോലീസിലുള്ള ഈ ശ്രേണീബന്ധം നമുക്കറിയാമല്ലോ. മേലുദ്യോഗസ്ഥൻ ഇടപെട്ടിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ കീഴുദ്യോഗസ്ഥന്മാരൊക്കെ വളരെ വിശ്വസ്ത വിനീത വിധേയരായി നിന്ന് കാര്യങ്ങൾ നടത്തി കൊടുക്കും. അങ്ങനെയാണല്ലോ പോലീസിലെ ഇടപാട്. അങ്ങനെയെങ്കിൽ ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വന്ന ഈ ഹിന്ദ് ലിയാഖത്ത് അലിയോട് പോലീസുകാർ വളരെ മാന്യമായും ബഹുമാനത്തോടു കൂടി ആയിരുന്നില്ലേ പെരുമാറേണ്ടിയിരുന്നത്? അവിടെയാണ് എനിക്ക് സംശയം. സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശാനുസരണം വന്നിട്ടും കീഴുദ്യോഗസ്ഥന്മാർ അവരോട് വളരെ മോശമായി പെരുമാറുകയാണ്. മോശമായി പെരുമാറിയിട്ട് ഒരാളെ അവിടെ വിളിച്ചു വരുത്തി അയാളിൽ നിന്ന് പരാതി എഴുതി മേടിച്ച് മൊഴിയെടുത്ത് ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്കെതിരെ ഈ നടപടിയെടുക്കാൻ അതിനെവിടെയോ മുകളിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കമ്മീഷണർ പറഞ്ഞ ഒരു കേസിൽ കീഴുദ്യോഗസ്ഥന്മാർ ഇത്ര മോശമായി പെരുമാറുമോ സുഹൃത്തുക്കളെ? ഒരിക്കലുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നും ഇവർക്കെതിരെ കള്ളക്കേസെടുത്ത് വരെ ജയിലിലടയ്ക്കണമെന്നും പോലീസ് കമ്മീഷണറുടെ മുകളിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വന്നിരിക്കുന്നു. ആ നിർദ്ദേശമാണ് കീഴ്ത്തട്ടിലെ പോലീസുകാർ നടപ്പിലാക്കിയത്. അല്ലെങ്കിൽ കീഴ്ത്തട്ടിലെ ഒരു പോലീസുകാരന് കമ്മീഷണർ പറഞ്ഞ ഒരു കേസിൽ എതിരായിട്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? പോലീസ് കമ്മീഷണറായിട്ടുള്ള ഈ തോംസൺ ജോസിൻ്റെ നിർദ്ദേശപ്രകാരം വരുന്ന ഒരു സ്ത്രീയോട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഒരു SIക്ക് ഇങ്ങനെ മോശമായി പെരുമാറി തന്നെ നമുക്ക് മനസ്സിലാക്കാം. മോശമായി പെരുമാറാനും അറസ്റ്റ് ചെയ്യാനും എങ്ങനെയാണ് സുഹൃത്തുക്കളെ കഴിയുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വിപിൻ എന്ന് പറഞ്ഞ മ്യൂസിയം SIയെ നിയന്ത്രിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുകളിലുള്ള ഏതോ കേന്ദ്രമാണ് എന്നത് ഉറപ്പല്ലേ? ആ കേന്ദ്രം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏതോ ഒരു കേന്ദ്രത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടായതുകൊണ്ടാണ് ഹിന്ദ് ലിയാഖത്ത് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ 27 വയസ്സുകാരിയെ അനാവശ്യമായി കേസിൽപ്പെടുത്തിയതും ജയിലിലടച്ചതും എന്നും ഞാൻ ആരോപിക്കുമ്പോൾ ആ കേന്ദ്രം ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല.
ഞാൻ പറയാതെ തന്നെ ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കേന്ദ്രം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ കേന്ദ്രം ഏതാണെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ കേന്ദ്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശല്യം വളരെ ഗുരുതരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ കേന്ദ്രത്തിൻ്റെ ശല്യം പോലീസ് സേനയിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കേന്ദ്രത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഇടപെടൽ പോലീസ് സേനയിലെ ഉന്നതങ്ങൾക്കിടയിൽ പോലും വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളിടത്ത് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞാനതിൻ്റെ പുറകിൽ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ ഇതാണ്. പരാതിയുമായി ചെല്ലുന്ന ഒരു സ്ത്രീ അവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം താഴെത്തട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടും ആ പോലീസുകാരോട് അപമര്യാദയെ പെരുമാറുക എന്നുള്ളതല്ല, അത് ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാക്കാം. അപമര്യാദയെ പെരുമാറി എന്ന് മാത്രമല്ല, ഒരാളെ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് ഈ സ്ത്രീക്കെതിരെ അവർ പരാതിയായിട്ട് ചെന്നവരാണ്, ഓർക്കണം. ആ പരാതിയുമായിട്ട് ചെന്നവരെ അവർക്കെതിരെ പരാതി എഴുതി മേടിപ്പിച്ച്, അവർക്കെതിരെ മൊഴി അപ്പം തന്നെ എഴുതി മേടിപ്പിച്ച്, അവരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് 22 ദിവസം ജയിലിലിടുന്ന അവസ്ഥ തലസ്ഥാനത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നു. അത് നടക്കുന്നത് ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം വരുന്ന ഒരു ജീവനക്കാരിയും. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇതിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SIക്ക് ശക്തി നൽകിയത്, ഊർജം നൽകിയത്, ശക്തി പകർന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു കേന്ദ്രമാണ് എന്ന് ഞാൻ ആരോപിക്കുന്നു. ആ കേന്ദ്രം പോലീസ് സേനയിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. വളരെ ഗുരുതരമാണ് അവസ്ഥ എന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.